Good morning, dear students. Welcome back to another session of the Accounting for Management. Today we will discuss our next ratio, that is return on shareholders fund. I remember you that we will discuss the profitability ratios based on investment. In this case, first ratio is return on investment or ROI. That is the last class portion. Then today, return on shareholders fund and return on equity share capital and return on capital employed. ആ മൂന്ന് റേഷ്യോസാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. This ratio shows the rate of profit on shareholders fund. It relates the profit available for the shareholders on their total investment. It is also known as profit or net worth ratio. അപ്പോൾ പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ നെറ്റ് വർത്ത് റേഷ്യോ എന്ന് പറയുന്ന ഈ റേഷ്യോ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ഇക്വേഷൻ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് കൊടുത്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റാണ് ആര് ഡിവൈഡ് ചെയ്തെടുക്കുക? ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ചെയ്തെടുക്കുക അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റ്, അതാണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100%. ഈ റേഷ്യോ പറയുക. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ആണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അത് ഓർത്ത് വെക്കണം, ഓരോ ഇക്വേഷനിലും അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാണുമ്പോൾ എടുക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. നെക്സ്റ്റ് റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന എമൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്തേ ചെയ്യേണ്ടു? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റും എടുക്കേണ്ടത്. നേരത്തെ മൊത്തം ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റും മൊത്തം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും എടുത്തത്. ഇവിടെ എന്തുമാത്രം കൺസിഡർ ചെയ്താൽ മതി? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റും എടുത്താൽ മതി. നോക്കാം, ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ് ദ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. Owners are more interested with this ratio since it indicates the success of the company in generating earning on their behalf. The higher the ratio, the better the owners like it. It is calculated as follows. Return on equity share capital is equal to net profit after interest, tax and preference dividend divided by equity share capital into 100. നേരത്തെ നോക്കുക, നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പ്രിഫറൻസ് ക്യാപിറ്റൽ കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് ആരെടുക്കുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എടുക്കും. അതുകൊണ്ട് ഇവിടെ പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അത് കൂടെ എന്തുകൂടി പ്രിഫറൻസ് ഡിവിഡൻറ്റും കൂടി മൈനസ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റാണ് എടുക്കുക. ഡിവൈഡഡ് ബൈ മൊത്തം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടില്ല, ഏതേ ഉള്ളൂ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് മാത്രം. ഇക്വിറ്റി ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ഇൻറ്റു 100 ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ. ഓരോ ഇക്വേഷനും നോക്കണേ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വരുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100 ആണ്. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കേസിൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു 100 ആണ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒരു റേഷ്യോ കൂടി ഉണ്ട്. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ റേഷ്യോ ഉണ്ട്, നമുക്ക് പ്രോബ്ലത്തിനകത്ത് ഡിസ്കസ് ചെയ്യാം. നോട്ട് വിട്ടുപോയിട്ടുണ്ട് എന്നോട്. ഓക്കെ, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെത് ഞാൻ നോട്ടിനകത്ത് ആഡ് ചെയ്ത് തരാം. ഇവിടെ നിങ്ങൾ ജസ്റ്റ് പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്, അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 18 lakh, ഷെയർ ക്യാപിറ്റൽ 18 lakh എന്ന് പറയുന്നുണ്ട്, മൊത്തത്തിലാണ് പറഞ്ഞത് 18 lakh. റിസർവ് ആൻഡ് സർപ്ലസ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 4 lakh. അപ്പോൾ റിസർവ് ആൻഡ് സർപ്ലസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് നെറ്റ് പ്രോഫിറ്റ് എമൗണ്ട് ആണ് കേട്ടോ. അതുപോലെ കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ് എന്ന് ഡയറക്റ്റ് ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ കാണുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇല്ലല്ലോ എന്നുള്ള ടെൻഷൻ വേണ്ട. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റിസർവിലേക്ക് വന്ന എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ്, അത് ഓർത്ത് വെക്കണേ. ദെൻ നോൺ കറണ്ട് ലാബിലിറ്റീസിൽ വരുന്നത് ലോങ് ടേം ബോറോയിങ്സ്, അതായത് 12% ഡിബെഞ്ചേഴ്സ് 2 lakh ഉണ്ട്.
കറണ്ട് ലാബിലിറ്റീസ് 10 lakh, അതായത് 34 lakh ആണ് ടോട്ടൽ. പിന്നെ ഇവിടെ ഈ ഷെയർ ക്യാപിറ്റൽ 18 lakh എന്ന് പറയുന്നത് അതിൻ്റെ സ്പ്ലിറ്റ് അപ്പ് ഇവിടെ പറയുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 15 lakhും 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 3 lakhും. അങ്ങനെ മൊത്തമാണ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ആണെന്ത് 18 lakh. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് 4 lakh. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് എന്ത് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ടാണ് നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ആ എമൗണ്ട് ആണ് 4 lakh. അതാണ് നെറ്റ് പ്രോഫിറ്റ് 4 lakh. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പോൾ 2 ക്യാപിറ്റലും കൂടി 15, 3, 18 ലക്ഷമാണെന്നുള്ളത് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ റിസർവിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എമൗണ്ട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടും. അതായത് 18 lakh പ്ലസ് 4 lakh ഈസ് ഈക്വൽ ടു 22 lakh ആണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ദറ്റ് ഈസ് ഈക്വൽ ടു 4 lakh ഡിവൈഡ് ബൈ 22 lakh ഇൻറ്റു 100 ഇറ്റ്സ് ഈക്വൽ ടു 18.18%. ഇതാണ് ഫസ്റ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ദെൻ സെക്കൻഡ് റേഷ്യോ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതിൻ്റെ നോട്ടാണ് ഞാൻ നോട്ടിൽ ആഡ് ചെയ്ത് തരാം കേട്ടോ. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ദറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ആൻഡ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 ആണ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ആൻഡ് ഡിവിഡൻഡ് നടക്കുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റും ടാക്സും ഡിവിഡൻറ്റും കൊടുത്തതിന് ശേഷമുള്ള ഇതിന് മുന്നേ ഉള്ള പ്രോഫിറ്റാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് 4 lakh പറയുന്നത് അല്ലേ. 4 lakh അതിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ടേ കാണിക്കുന്നുള്ളൂ അല്ലേ. ടാക്സും അതുപോലെ തന്നെ ആ ഇൻട്രസ്റ്റേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ലോങ് ടേം ആയിട്ടുള്ള ബോറോയിങ്സിന് കൊടുത്തിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റും കൂടി നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അതായത് ബിഫോർ ഇൻട്രസ്റ്റും കൊടുക്കാൻ മുന്നേ ഉള്ളത് വേണം. ടാക്സും ഡിവിഡൻറ്റും അല്ല, ഇൻട്രസ്റ്റും കൊടുക്കാൻ മുന്നേ ഉള്ള പ്രോഫിറ്റാണ് നമുക്ക് വേണ്ടത് അല്ലേ. പ്രിഫറൻസ് ഡിവിഡൻറ്റും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളൊരു ഐറ്റം നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കുക. ലോങ് ടേം ബോറോയിങ് ഉണ്ടല്ലേ, ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റാണ് നമുക്ക് വേണ്ടതുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം, ആ കൊടുത്ത പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അതായത് 2 lakhൻ്റെ 12% നമ്മളിവിടെ ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ നോക്കാം, ആഡ് ബാക്ക് ചെയ്യുമ്പോൾ 4 lakh പ്ലസ് ഈ 2 lakhൻ്റെ 12%, 2 lakh × 12%, അതായത് 24,000 ആണ്. അതോടെ ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4,24,000 ആണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ആൻഡ് ഡിവിഡൻഡ്. അത് 4,24,000 വരും. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ എമൗണ്ട് എന്നാണ് ഷെയർ ക്യാപിറ്റൽ റിസർവ് പ്ലസ് ലോങ് ടേം ലാബിലിറ്റീസ് ആണ് അല്ലേ. ലോങ് ടേം ലാബിലിറ്റീസ് 2 lakh നമ്മുടെ ഡിബഞ്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ 18 lakh 4 lakh പ്ലസ് 2 lakh ദറ്റ് ഈസ് ഈക്വൽ ടു 24 lakh. അപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് മീൻസ് 4,24,000 ഡിവൈഡ് ബൈ 24 lakh ഇൻറ്റു 100. ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ഇക്വേഷനൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഇക്വേഷനാണോ വേണ്ടത് അതാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ പ്ലസ് റിസർവ് പ്ലസ് ലോങ് ടേം ബോറോയിങ്സ് എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിച്ചത്. അതാണ് ഇക്വിറ്റി പ്ലസ് പ്രിഫറൻസ് ക്യാപിറ്റൽ പ്ലസ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ലോങ് ടേം ബോറോയിങ്സ് ദറ്റ് ഈസ് ഈക്വൽ ടു 24 lakh. അപ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4,24,000 ഡിവൈഡ് ബൈ 24 lakh ഇൻറ്റു 100 ദറ്റ് ഈസ് ഈക്വൽ ടു 17.67% വരും. ഇതാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു 100. അതായത് എല്ലാവരുടെ ബാധ്യതയും കൊടുത്തതിന് ശേഷം ഇൻട്രസ്റ്റും ടാക്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റും ഒക്കെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ടാണ് ആർക്ക് അവകാശപ്പെട്ടത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ ആ എമൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമായിട്ട് എത്ര ഡിവിഡൻറ്റ് കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് എത്ര, 4 ലക്ഷം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ 4 ലക്ഷം എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തുകൂടി മൈനസ് ചെയ്യണം, പ്രിഫറൻസ് ഡിവിഡൻറ്റും കൂടെ കൊടുത്തു തീർക്കണം. എന്നിട്ട് ബാക്കി എത്രയുണ്ട് നോക്കണം. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻറ്റ് മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ക്യാപിറ്റൽ 3 ലക്ഷമാണ്,
10% പ്രിഫറൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 ലക്ഷത്തിൻ്റെ 10% പ്രിഫറൻസ് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണം. അപ്പം 30,000 നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കും. 3 ലാഖിൻ്റെ 10% 30,000 ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ബാലൻസിങ് എമൗണ്ട് ഉണ്ടാകുക 3,70,000 ആണ്. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് 15 lakh. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 3,70,000 ഡിവൈഡ് ബൈ 15 lakh ഇൻറ്റു 100, ദറ്റ് ഈസ് ഈക്വൽ ടു 24.67%. 24.67%. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പോർഷൻ ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോൻ്റെ ഒരു 3 റേഷ്യോസ്, ആ റേഷ്യോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന പ്രോബ്ലം എടുക്കാം. അപ്പോൾ ഇത് ഇന്നടുത്ത ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.